നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. വീട്ടിലെ കാർ ഓടിക്കാൻ പിതാവ് താക്കോൽ നൽകാത്തതിന്റെ ദേഷ്യത്തിൽ മകൻ കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. കേസിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി നീറ്റാണിമലിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പിതാവിൻ്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസാണ് കേസെടുത്തത്. ഡാനിഷ് മിൽഹാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മകനെ അറസ്റ്റ് ചെയ്തത്. തീ പടർന്ന സമയം മിൻഹാജിൻ്റെ മാതാവ് ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായമുണ്ടായില്ല. നേരത്തെ ലൈസൻസ് ഇല്ലാതെ കാർ ഓടിച്ചതിന് പിതാവ് പനയംപറമ്പ് സ്വദേശിയായ തയ്യിൽ നിസാർ മകനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ വൈരാഗ്യമാകാമെന്നാണ് ഇദ്ദേഹം പോലീസിന് നൽകിയ മൊഴി. ഇന്നലെ സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോകാൻ മകൻ പിതാവിനോട് കാറിൻ്റെ താക്കോൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ലൈസൻസ് ഇല്ലാത്ത മകന് താക്കോൽ കൊടുക്കാൻ പിതാവ് തയ്യാറായില്ല. ഇതിൽ പ്രകോപിതനായ ഡാനിഷ് തൊട്ടടുത്ത് നിർത്തിയിട്ട ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുത്ത് കാറിനുമേൽ ഒഴിച്ച് തീയിടുകയായിരുന്നു. വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറിനാണ് തീയിട്ടത്. കാറ് പൂർണ്ണമായും കത്തി നശിച്ചു. വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗവും പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറും തീയിട്ട് നശിപ്പിക്കുകയും വീട്ടുപകരണങ്ങൾ അടിച്ചുപൊളിച്ച് നശിപ്പിച്ച വകയിലും 4.5 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി.